നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. നോക്കുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കൽസ് ആണ്. ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കൽസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കൽ എഫക്റ്റീവ്നെസ് ഓഫ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നുള്ള ആർട്ടിക്കിളിനെ കുറിച്ചിട്ടാണ്. മെയിൻലി ഈ ഒരു സ്കീം നമുക്ക് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതല്ല. 2017 സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ ഒരു ഇവല്യൂഷൻ റിപ്പോർട്ട് 2017 കഴിഞ്ഞിപ്പം 7 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമുള്ള അതിന്റെ ഒരു ഇവല്യൂഷൻ റിപ്പോർട്ടാണ് മെയിൻലി നമ്മുടെ ഇന്നത്തെ പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കീം ഹെൽത്ത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എസ്പെഷ്യലി പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സിന്റെ ഹെൽത്ത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു സ്കീം ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലും അതുപോലെ തന്നെ GS പേപ്പർ 2 ഹെൽത്തിന്റെ പെർസ്പെക്റ്റീവിലും നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യാം. അത് കൂടുതൽ മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു സ്കീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രിലിംസിന്റെ ആസ്പെക്റ്റും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. രണ്ടാമത്തെ ടോപ്പിക്ക് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഇൻഫ്രാസ്ട്രക്ചർ ബോൺസ് ആണ്. അതായത് റീസെന്റ് നമ്മുടെ നാട്ടിലെ ബാങ്കുകളൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ DNA ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ബാങ്കുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി ക്രൈസിസിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ലിക്വിഡിറ്റി ക്രൈസിസ് ഇൻ ദ സെൻസ് അവർക്ക് ലോണുകൾ ഒരുപാട് ഇഷ്യൂ ചെയ്യാനായിട്ട് വരുന്നുണ്ട്, ആവശ്യകതകൾ വരുന്നുണ്ട്. പക്ഷെ ആ ഇഷ്യൂ ചെയ്യേണ്ട ലോണിന് തക്കതായിട്ടുള്ള ഡിപ്പോസിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ ബാങ്കിലേക്ക് വരുന്നില്ല. അപ്പോൾ നോർമലി നമുക്കറിയാം ഒരു ബാങ്ക് പെർഫോം ചെയ്യുന്ന കിട്ടുന്ന ഡിപ്പോസിറ്റുകളിൽ നിന്ന് എടുത്തിട്ടാണ് അവർ ലോണുകൾ ആളുകൾക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ നിന്നുള്ള വ്യത്യാസം അല്ലെങ്കിൽ പലിശയുടെ വ്യത്യാസമൊക്കെയാണ് ബാങ്കിന്റെ പ്രോഫിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ബാങ്കിൽ ലോണിന് ആവശ്യക്കാർ ഇഷ്ടംപടി പേരുണ്ട്. പക്ഷേ ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് നൽകാനായിട്ട് അധികം ആളുകളില്ല. അപ്പോൾ ഡിപ്പോസിറ്റേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മീൻസ് ഡിപ്പോസിറ്റ് എമൗണ്ട് കിട്ടാനായിട്ട് ഇപ്പോൾ ബാങ്കുകൾ എസ്പെഷ്യലി പബ്ലിക് സെക്ടർ ബാങ്കുകൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇൻഫ്രാസ്ട്രക്ചർ ബോൺസ്. പക്ഷേ ഒരളവിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ബോൺസ് ഇഷ്യൂ ചെയ്യുന്നു ബാങ്കിന്റെ സുരക്ഷയ്ക്ക് നല്ലതല്ല. മീൻസ് എസ്പെഷ്യലി ബാങ്കിന്റെ ലിക്വിഡിറ്റി അത് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതെങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്, എന്താണ് അതിനകത്ത് പ്രോബ്ലം എന്നുള്ള കാര്യമാണ് നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്നത്. ആ ഒരു ടോപ്പിക്കിനെ കുറച്ചുകൂടെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഒരു ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ബിക്കോസ് അവിടെ നമുക്ക് Tier 1 ബോൺസ്, എസ്പെഷ്യലി അഡീഷണൽ Tier 1 ബോൺസ്, Tier 2 ബോൺസ്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കൺസെപ്റ്റ്സ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ്സ് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ അപ്കമിംഗ് പ്രിലിംസിന് വേണ്ടിയിട്ടും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്കാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, PAC എന്ന് പറയുന്നത്. നമ്മൾ പൊളിറ്റിയിൽ പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കമ്മിറ്റീസിൽ പ്രധാനമായിട്ടുള്ളതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു പാർലമെന്റ് കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. 1921 ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന, ബിഫോർ ഇൻഡിപെൻഡൻസ് ആണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അപ്പോൾ ആ ഒരു കമ്മിറ്റിയെ കുറിച്ചൊരു വാർത്തയുണ്ട്. അപ്പോൾ അത് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഡിസ്കസ് ചെയ്യണം. പിന്നെ നാലാമത്തെ ടോപ്പിക്കും ഒരു പ്രിലിംസിന്റെ ബേസ് ആയിട്ടുള്ളത് തന്നെയാണ്. അതായത് ഇന്ത്യയിലെ കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ്. നമുക്കറിയാം ഇന്ത്യയിലെ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ഏകദേശം ഒരു മുഖ്യ പങ്കും ഒരു 66% തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന തെർമൽ പവറിൽ നിന്നാണ്. ഈ തെർമൽ പവറിൽ തന്നെ മേജർലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് മൂലം ഉണ്ടാകുന്ന ഇൽ എഫക്ട്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടോപ്പിക്ക് എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു മോഡൽ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കൽ ഇതായിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഒരു എഡിറ്റോറിയൽ പേജിൽ, ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിൽ വന്നിരുന്ന ആർട്ടിക്കിളാണ് ലീപ് ബാക്ക്വേർഡ് ഫോർ മെറ്റേണിറ്റി എൻറ്റൈറ്റിൽമെന്റ്സ് എന്നാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നുള്ളതിനെ കുറിച്ചിട്ട്. ആദ്യം നമ്മൾ ഈ ഒരു സ്കീമിനകത്ത് ഒരു ബേസിക് കുറച്ച് കാര്യങ്ങൾ, പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം അതിന്റെ ഇവാലുവേഷൻ നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലേക്ക് കടക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പ്രിലിംസിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിനു മുമ്പ് പഠിക്കുന്നതാണ്. ഓരോ സ്കീം പഠിക്കുമ്പോഴേക്കും പ്രധാനമായിട്ട് ഇതിനകത്ത് സ്പോൺസർഷിപ്പ്, എസ്പെഷ്യലി സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ പൈസ ഫണ്ട് കൊടുക്കുന്ന ആരാന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനനുസരിച്ചാണ് ഇതിന്റെ പേരുകൾ കൃത്യമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ പത്രമൊക്കെ വായിക്കുമ്പോഴേക്കും ഇന്ന സ്കീം സെൻട്രൽ സെക്ടർ സ്കീമാണ്, സെൻട്രൽ സ്പോൺസേഡ് സ്കീമാണ്, ഇങ്ങനെ രണ്ട് രീതിയിൽ കാണാറുണ്ട്. ഇത് രണ്ടും എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റും. സ്പോൺസർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ 100%, അതായത് സ്പോൺസർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ 100% ഫണ്ട് കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് സ്കീംസ് വിൽ ബി കോൾഡ് ആസ് സെൻട്രൽ സെക്ടർ സ്കീംസ്. ഓക്കെ, 100% ഫണ്ട് കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ അത് സെൻട്രൽ സെക്ടർ സ്കീം എന്നായിരിക്കും അറിയപ്പെടുന്നത്. എന്നാൽ അതൊരു പർട്ടിക്കുലർ ഫണ്ടിംഗ് പാറ്റേണിൽ, ഈ ഫണ്ടിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഓർത്തേക്ക് 100% സെൻട്രൽ ഗവൺമെന്റ് അല്ല കൊടുക്കുന്നത്, അതൊരു റേഷ്യോയിലായിരിക്കും പോകുന്നത്. ഉദാഹരണത്തിന് പല റേഷ്യോസ് ഉണ്ട്. അതിനകത്ത് മേജർലി പറയുവാണെങ്കിൽ 60:40. 60:40 എന്ന് പറയുമ്പോഴേക്കും ആ കോസ്റ്റിന്റെ, ആ ഒരു സ്കീം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന കോസ്റ്റിന്റെ 60% സെൻട്രൽ ഗവൺമെന്റും 40% സ്റ്റേറ്റ് ഗവൺമെന്റ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് വഴിക്ക് എടുക്കുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഈ സ്കീം തന്നെ ഇത് അറിയപ്പെടുന്ന സെൻട്രലി സ്പോൺസർഡ് ആണ്, വിച്ച് മീൻസ് ഇതിങ്ങനെ ഒരു ഫണ്ടിംഗ് പാറ്റേൺ ആണ് പോകുന്നത്. ആ ഒരു ഫണ്ടിംഗ് പാറ്റേണിൽ ഈ ഒരു സ്കീം കേരളത്തിൽ നടപ്പാക്കാനായിട്ട് 100 രൂപ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 100 രൂപയ്ക്ക് അത് 60 രൂപ മുടക്കുന്ന സെൻട്രൽ ഗവൺമെന്റും 40 രൂപ മുടക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് വരെയും കൊടുക്കുന്നത്. ഇതാണ് 60:40 അല്ലെങ്കിൽ 60:40 എന്ന് പറയുമ്പോൾ. ഇതുപോലെ തന്നെ മറ്റൊരു എമൗണ്ട് ആണ് 70:30. അപ്പോൾ അവിടെ 70% സെൻട്രൽ ഗവൺമെന്റും 30% സ്റ്റേറ്റ് ഗവൺമെന്റ്സും, അല്ലെങ്കിൽ 90:10 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. ഇതിനകത്ത് കോമൺ ആയിട്ട് കാണുന്നതാണ് 60:40, 70:30, 90:10 എന്ന് പറയുന്നത്.
ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 90:10 എന്ന് പറയുന്നത് ഇപ്പം അധികം കാണാറില്ല. നോർമലി ഇപ്പം നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന സെൻട്രൽ സ്പോൺസർഡ് സ്കീമുകൾ എന്ന് പറയുമ്പോൾ കൂടുതലും 60:40 റേഷ്യോയിലാണ് കൂടുതലും കാണപ്പെടാറുള്ളത്. 90:10 റേഷ്യോയിൽ കാണപ്പെടുന്ന കൂടുതലും നോർത്ത് ഈസ്റ്റിലേക്കുള്ള സംസ്ഥാനങ്ങളാണ്. എസ്പെഷ്യലി കുറച്ച് ഫണ്ടിങ്ങിന് ഇഷ്യൂസ് ഒക്കെ ഉള്ള സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ എക്സ്ട്രാ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സംസ്ഥാനങ്ങളിലേക്കാണ് 90:10 കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊരു സെൻട്രൽ സ്പോൺസേഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഫണ്ടിങ് ഷെയർഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് ന്യൂ സ്കീമല്ല, ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ട് 2017 ഗവൺമെന്റ് ലോഞ്ച് ചെയ്തൊരു സ്കീമാണ്. ഇത് ഏകദേശം 7 വർഷത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ട്. ഇത് എന്തിനാണ് ഈ സ്കീം ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യം പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് രണ്ടാമതായിട്ട് സ്കീമുകളെ കുറിച്ച് പഠിക്കേണ്ടത്. ഫണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഒബ്ജക്റ്റീവ്. ഇതിനകത്ത് ഇപ്പോൾ എന്താ പറയുക, പ്രഗ്നൻസി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വേജ് ലോസ് എന്ന് പറയുന്നത്. വരുമാനം നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. എസ്പെഷ്യലി അൺഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഓർഗനൈസ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേജസോട് കൂടിയിട്ടുള്ള പ്രഗ്നൻസി ലീവുകളും ഒക്കെ തന്നെ മെറ്റേണിറ്റി ലീവുകളൊക്കെ കിട്ടാനായിട്ട് സാധിക്കും. അൺഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഇപ്പോൾ വേജ് ലോസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ എസ്പെഷ്യലി സ്ത്രീകൾ ഒരുപക്ഷെ വീടുകളിലെ ബ്രെഡ് വിന്നർ ആയിരിക്കാം. വരുമാനം കൃത്യമായിട്ട് അവർക്ക് ആവശ്യമുള്ളതാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വരുമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ തന്നെ വരുമാനത്തെ അത് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി പ്രഗ്നന്റ് വുമൺസിന്റെ ഒക്കെ തന്നെ ആരോഗ്യത്തെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ബിക്കോസ് അവർക്ക് നല്ല ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാതെ വരും. അതൊക്കെ ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ആരോഗ്യത്തെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു വേജ് ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഫുള്ളി അല്ല പാർഷ്യലി എങ്കിലും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു സ്കീം 2017 ലോഞ്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കണം. സ്കീമുകൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഒബ്ജക്റ്റീവ് അറിഞ്ഞിരിക്കണം. പ്രിലിംസിന്റെ ചോദ്യങ്ങൾ വരാവുന്നതാണ്. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും എസ്പെഷ്യലി ആ ഒരു സ്ത്രീകളുടെ അല്ലെങ്കിൽ പ്രഗ്നന്റ് വുമന്റെ അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സിന്റെ ഒക്കെ തന്നെ ഹെൽത്തിനകത്ത് സാരമായ രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് കണ്ടെത്താനായിട്ടും സാധിക്കും. ഇനി അടുത്തൊരു കാര്യം ഓർക്കേണ്ടത്, ഈ ഒരു സ്കീമിലൂടെ കിട്ടുന്ന ഫസ്റ്റ് 2 ചൈൽഡ്സിനാണ്, ഈ ഒരു ആദ്യത്തെ 2 കുട്ടികളുടെ കാര്യത്തിലാണ് ഈ സ്കീമിൽ ഉൾപ്പെട്ട് നമുക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഫണ്ട് കിട്ടാൻ പറ്റുന്നുള്ള കാര്യം ഓർക്കുക. ഇതിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് 5000 രൂപയുടെ ബെനിഫിറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 5000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ അത് ഈ പറഞ്ഞ പോലെ ഇത് 2017 കൊണ്ടുവന്നത്. അത് തന്നെ ഈ പറഞ്ഞ ഞാൻ ഇത് ജസ്റ്റ് ഇത് പറഞ്ഞതിന് ശേഷം ഇതിന് ഇവാലുവേഷന്റെ സമയത്ത് ആ ഒരു എമൗണ്ടിന്റെ ഒക്കെ തന്നെ നമുക്കൊന്ന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഇത് മതിയോ എന്നുള്ള കാര്യമൊക്കെ ഇവാലുവേറ്റ് ചെയ്യാം. ഇപ്പോൾ ആസ് ഓഫ് നോ നമുക്കിത് ജസ്റ്റ് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഫീച്ചേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. എസ്പെഷ്യലി അൺഓർഗനൈസ് സെക്ടറിൽ അതുപോലെ തന്നെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് നിൽക്കുന്ന സെക്ഷൻസിനാണ് കൂടുതലായിട്ടും ഗവൺമെന്റ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് ഫോർ ദ ഫസ്റ്റ് 2 ലിവിംഗ് ചിൽഡ്രൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. പ്രൊവൈഡഡ് സെക്കൻഡ് ചൈൽഡ് ആരായിരിക്കണം, ഗേളും കൂടി ആയിരിക്കണം. എങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ രണ്ടാമത്തെ കുട്ടിക്കാണെങ്കിലും ഈ ഒരു സ്കീമിൽ ഉൾപ്പെട്ട് നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു മോണിറ്ററി ബെനിഫിറ്റിനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ 5000 രൂപയാണ് കൊടുക്കുന്നത് ഫോർ പ്രഗ്നന്റ് മദേഴ്സ് ആസ് വെൽ ആസ് ലാക്ടേറ്റിംഗ് മദേഴ്സ്. ഇതിനകത്ത് 5000 രൂപ എന്ന് പറയുമ്പോൾ ആസ് എ സിംഗിൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ല കൊടുക്കുന്നത്. 3 ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഓഫ് പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് 1000 രൂപ കൊടുക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഇതിൽ ഉൾപ്പെട്ട് ഈ 5000 രൂപ നമുക്ക് കിട്ടണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആയിരിക്കണം. അതായത് ഹോസ്പിറ്റലുകളിലായിരിക്കണം കുട്ടികൾ ജനിക്കേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞാൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസിന് ഈ സ്കീം ബെനിഫിറ്റ് കിട്ടത്തില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ സമയത്ത് 1000 രൂപ കിട്ടും. അതിനുശേഷം സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 2000 രൂപ എപ്പോഴാണ് പേ ചെയ്യുന്നത് ചോദിച്ചാൽ അറ്റ് ദ ടൈം ഓഫ് കംപ്ലീറ്റിംഗ് 6 months ഓഫ് പ്രഗ്നൻസിയുടെ 6 മാസ കാലയളവായി കഴിയുമ്പോഴേക്കുമാണ് 2000 രൂപ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആയ ബാക്കി 2000 രൂപ കിട്ടുന്നത് പറഞ്ഞാൽ കുട്ടിയുടെ ജനനശേഷമാണ്. ആഫ്റ്റർ ദ ബർത്ത്, അത് ജനനശേഷം എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. ആഫ്റ്റർ ദ ബർത്ത് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ദ ബർത്ത് ഇതിനും കൂടെ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ആൻഡ് ഈ പറഞ്ഞ കുട്ടിക്ക് ഫസ്റ്റ് സൈക്കിൾ ഓഫ് ഇമ്മ്യൂണൈസേഷൻ ഓഫ് BCG, OPV, DPT, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷനും കൂടെ എടുത്തു കഴിയുമ്പോഴാണ് ബാക്കി 2000 രൂപ കൂടെ കൊടുക്കുന്നത്. അങ്ങനെയാണ് മൊത്തം 5000 രൂപ കിട്ടുന്നത്. ഇനി ഈ സ്കീമിലെ ടോട്ടൽ ബെനിഫിറ്റ് പറയുവാണെങ്കിൽ 6000 രൂപ കിട്ടും. ബിക്കോസ് അഡീഷണലി ഒരു 1000 രൂപ ഇതിനകത്തുണ്ട്. അണ്ടർ ജനനി സുരക്ഷാ യോജന പ്രകാരം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി കിട്ടുവാണെങ്കിൽ 1000 രൂപ കൂടെ എക്സ്ട്രാ കിട്ടും. അപ്പം ടോട്ടലി പറയുവാണെങ്കിൽ 6000 രൂപയുടെ ബെനിഫിറ്റ് ഉണ്ട്. ഈ സ്കീമിന് അനുസരിച്ച് പറയുവാണെങ്കിൽ 5000 രൂപ പ്ലസ് 1000 രൂപയുടെ ബെനിഫിറ്റ് വരുന്ന ജനനി സുരക്ഷാ യോജനയാണ് ഫോർ പോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി. അതായത് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന കുട്ടികൾ ഈ പറഞ്ഞ ഹോസ്പിറ്റലിലാണ് ജനിക്കുന്നതെങ്കിൽ അങ്ങനെ അതിന് ആ ജനനത്തിനുള്ള ഒരു സപ്പോർട്ടായിട്ടാണ് 1000 രൂപ തരുന്നത്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ 6000 രൂപയുണ്ട്. ബട്ട് ഈ സ്കീം അനുസരിച്ച് പറയുകയാണെങ്കിൽ 5000 രൂപയാണെന്നുള്ള കാര്യം ഓർക്കുക. അത് 3 ഇൻസ്റ്റാൾമെന്റ്, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ബിക്കോസ് 1000, 2000 പിന്നെ 2000 അങ്ങനെ ഒരു 3 ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് ഇതിനകത്തെ എമൗണ്ട് നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് ഇത്രയും കാര്യമാണ് പ്രിലിംസിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ സ്കീമിൽ നിന്ന്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ പറയുമ്പോഴേക്കും ഇതിന് ഇവാലുവേഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ എപ്പോഴും നമുക്ക് മെയിൻസിന്റെ ഒരു ആൻസർ ഇവാലുവേഷൻ ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ എമൗണ്ട് തന്നെയാണ്. നമ്മൾ 2017 ലോഞ്ച് ചെയ്തപ്പോഴാണ് ഈ 5000 പ്ലസ് 1000 എന്ന് പറഞ്ഞാൽ 6000, ടോട്ടൽ നമുക്ക് 6000 എടുക്കാം. 6000 എന്നുള്ളത് 2017 അളവാണ്. പക്ഷെ നമ്മൾ നോക്കിയേ 2017 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 8 വർഷത്തോളം ആകാറായി. 7 വർഷം പൂർത്തീകരിച്ചു, 8 വർഷത്തോളം ആകാറായി. ഇത്രയും നാൾക്ക് കാലയളവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ തന്നെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും.
പണ്ട് 2017 100 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന സാധനം ഇന്ന് നമുക്ക് കിട്ടണമെങ്കിൽ ആ എമൗണ്ടിനൊന്നും പറ്റത്തില്ല. 150 രൂപയോ അല്ലെങ്കിൽ 170 രൂപയും അത്രയും ഹൈ എമൗണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അന്ന് 100 രൂപയ്ക്ക് മേടിച്ചൊരു സാധനം കറന്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇന്നിപ്പോൾ നമുക്ക് 5000 രൂപ കൊണ്ട് മേടിക്കാൻ അധികം സാധനങ്ങൾ പറ്റത്തില്ല. വിച്ച് മീൻസ് 2017 അപേക്ഷിച്ച് 2025 ആയി കഴിഞ്ഞപ്പോഴേക്കും റുപ്പിയുടെ പർച്ചേസിംഗ് പവർ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് നത്തിങ് ബട്ട് ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ കാരണമാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ഗവൺമെന്റ് കോമ്പൻസേറ്റ് ചെയ്യണം. അതാ ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. അതായത് അന്ന് നമ്മൾ 5000 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന അല്ലെങ്കിൽ 6000 രൂപയ്ക്ക് മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇന്ന് ആ ബെനിഫിറ്റ് ലാക്ടേറ്റിംഗ് ആൻഡ് പ്രഗ്നന്റ് മദേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഷുഡ് ബി ഇഷ്യൂയിങ് അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 12,000 റുപ്പീസ്. ഓക്കെ, 12,000 രൂപ വെച്ച് കൊടുക്കാനായിട്ട് പറ്റിയിരിക്കണം. ഇത് നമുക്കിപ്പം കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ കറന്റ് കൊടുക്കുന്ന 5000 രൂപയുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ 6000 രൂപയുടെ ബെനിഫിറ്റ് ആണ് കൊടുക്കുന്നത്. അതേ ബെനിഫിറ്റ് 2017 അപേക്ഷിച്ച് അതേ സംഭവം നമുക്ക് അതേ ബെനിഫിറ്റ് അതേ അളവിൽ തന്നെ ഇപ്പോഴും കിട്ടണമെങ്കിൽ ആ എമൗണ്ട് 12,000 രൂപയെങ്കിലും ആക്കിയെങ്കിലേ പറ്റത്തുള്ളതാണ് ഓതർ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതൊരു പോയിന്റാണ്, ഒരു വാലിഡ് പോയിന്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ 5000 രൂപയ്ക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ ഈ വേജ് ലോസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ എങ്ങനെ വേജ് ലോസിന് ഈ ഒരു സ്കീമിലൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കീമിൽ ഉൾപ്പെട്ട് നമുക്ക് 6000 രൂപ കിട്ടണമെങ്കിൽ അത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് DBT മുഖാന്തരം കിട്ടുന്നത്. DBT എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ നമ്മുടെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ പല ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്ത പല ആളുകളുണ്ട്. എല്ലാ ആളുകളും 100% ആളുകൾക്കും ബാങ്ക് അക്കൗണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ വരുന്ന കാരണം തന്നെ ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരുപാട് പേരെ ഇതിനകത്ത് മാറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻസും കറന്റ് ഇതിനകത്തുണ്ട്. അപ്പം DBTയുടെ ഇഷ്യൂസും ഇതിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഗ്രാഫിൽ 2017 ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് പോലും ഇവിടെ കണ്ടോ ആ ബ്ലൂ ലൈൻ ഉദ്ദേശിക്കുന്ന എല്ലാ മീൻസ് ഫസ്റ്റും ഒരു ചൈൽഡ് ഫസ്റ്റ് ചൈൽഡിനെ ഉണ്ട്, രണ്ടാമത്തെ ചൈൽഡിന്, അങ്ങനെ മൊത്തത്തിലുള്ളതാണ് ഓൾ ബർത്ത് ആയിട്ട് സൂചിപ്പിക്കുന്നത്. നമുക്കത് നോക്കാം. ആ ഒരു ആവറേജ് ഐഡിയ പിടിയിട്ടും ആ ഒരു ടൈം പീരിയഡിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4.2% ആളുകളെ മാത്രമേ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ 100 പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റീവ് മദേഴ്സ് ഉണ്ടെങ്കിൽ ഈ സ്കീമിൽ ഉൾപ്പെടുത്താൻ പറ്റിയിരുന്നത് വെറും 4.2 ആളുകളെ. സ്കീമിൽ സ്കീമിൽ ഉൾപ്പെട്ട് പൈസ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പൈസയെങ്കിലും ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 1000 രൂപയുടെ ആ ഒരു എമൗണ്ട് പോലും കിട്ടിയത് 4.2% ആളുകൾക്ക്. പിന്നെ പക്ഷേ അതുണ്ടോ അപ്പോൾ അതൊക്കെ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് 2018-19 കാലഘട്ടമായപ്പോൾ 25.5 ഉയർന്നു. പിന്നെ 36.1% ഉയർന്നിട്ടുണ്ട്. കറന്റ് പറയുകയാണെങ്കിൽ ഡിപ്പാണ് നമുക്ക് കാണുന്നത്. അതായത് ഇതിന്റെ ഒരു മാക്സിമം പീക്ക് ടൈം 2019-20 കാലഘട്ടമായിരുന്നു. ആ ടൈമിൽ പോലും നമ്മുടെ നാട്ടിൽ ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 100 പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ് ഉണ്ടെങ്കിൽ അവരിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പോലും കിട്ടിയത്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടാത്ത ആളുകൾക്ക് പിന്നെ കിട്ടണം നിർബന്ധമില്ല. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പോലും കിട്ടിയ ആളുകൾ എന്ന് പറയുന്നത് 36.1%. അപ്പോൾ അത് വളരെ വളരെ കുറവാണ്. ഇതിന്റെ കവറേജ് അല്ലെങ്കിൽ ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടുന്ന ആളുകളുടെ എണ്ണം നോക്കുവാണെങ്കിൽ വളരെ വളരെ കുറവായിട്ടാണ് നമുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കറന്റ് 2023-24 നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും ഒരു ഡിപ്പിലേക്ക് 8.5%ലേക്കാണ് എത്തി നിൽക്കുന്നത്. അതായത് 100 ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 100 പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റീവ് മദേഴ്സ് ഉണ്ടെങ്കിൽ അവരിൽ 8.5%, അതായത് അപ്രോക്സിമേറ്റ്ലി വേണമെങ്കിൽ പറയുവാണെങ്കിൽ 9 പേരെന്ന് വിചാരിച്ചു, അത്രയും പേർക്ക് മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെട്ട ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പോലും കിട്ടിയിട്ടുണ്ടാവുക. അതോ ഇതിനകത്ത് വലിയൊരു ഇഷ്യൂ ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് അങ്ങനെ ഇഷ്യൂ വരുന്നത് ചോദിച്ചാൽ ഗവൺമെന്റ് ഇതിലേക്കുള്ള അലോക്കേഷൻ വളരെ വളരെ കുറവാണ്. അത് ഇവിടെ ഈ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ ഒരു വർഷം പോലും ഗവൺമെന്റ് കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ 2023-24 ബഡ്ജറ്റിൽ ഗവൺമെന്റ് ആ ഒരു പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ ഭാഗമായിട്ട് എല്ലാ ആളുകൾക്കും ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രഗ്നന്റ് മദേഴ്സിന് 5000 രൂപ ഇഷ്യൂ ചെയ്യാനായിട്ട് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 870 crore റുപ്പീസ് മാത്രമാണ്. അത് മാത്രമാണ് അത്രയും കുറവാണെന്ന് പറയാൻ കാരണം ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രഗ്നന്റ് ലാക്ടേറ്റിംഗ് മദേഴ്സിന് എല്ലാവർക്കും 5000 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് 12,000 കോടി രൂപ ആവശ്യമായിരുന്നു. അപ്പോൾ അത്രയും 12,000 കോടി രൂപ ആവശ്യമാണ്. പക്ഷേ നമ്മൾ എത്രയാണ് അലോക്കേറ്റ് ചെയ്തത്? വെറും 870 കോടി രൂപ മാത്രമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് 8% ആളുകൾക്ക് മാത്രമായിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റിപ്പോയത്. ഇഷ്യൂവിന്റെ നമ്പർ വളരെ വളരെ കുറഞ്ഞത് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അൺഓർഗനൈസ് സെക്ടറിലെ ആളുകളുടെ ഈ പറഞ്ഞ പോലെ വേജ് ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രഗ്നന്റ് ലാക്ടേറ്റീവ് മദേഴ്സിന്റെ ആരോഗ്യത്തെ പരിപാലിക്കാനുമാണ് എങ്കിൽ കൃത്യമായിട്ടും ഇതിലേക്കുള്ള എമൗണ്ട് അലോക്കേഷൻ എമൗണ്ട് ഗവൺമെന്റ് ഇംപ്രൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആരോഗ്യപൂർണ്ണമായിട്ടുള്ളൊരു ഈ പറഞ്ഞ പോലെ മീൻസ് നെക്സ്റ്റ് ഒരു ജനറേഷനെ ആണെങ്കിൽ നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ടും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മദേഴ്സിനെ ആണെങ്കിൽ നമുക്ക് മറ്റാണ് മൊർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഇന്ത്യയിൽ ഇത്തിരി കൂടുതലാണ്. അതൊക്കെ നമുക്ക് കുറയ്ക്കണം. അതൊക്കെ കുറയ്ക്കണമെങ്കിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നല്ല നല്ല സ്കീമുകൾ വീണ്ടും ഈ പറഞ്ഞ അതിനെ കൃത്യമായിട്ടുള്ള എഫക്റ്റീവ്നെസ്സിനോട് കൊണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഡെവലപ്ഡ് കൺട്രീസിൽ എന്നതുപോലെ നമ്മുടെ ഇവിടുത്തെ ഈ മറ്റാണ് മൊർട്ടാലിറ്റി റേറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ് ഒക്കെ നമുക്ക് ഒരു പരിധിവരെ കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് മൂവ് ചെയ്യാം. ശരിക്കും പറയുന്നത് ന്യൂസ് പേപ്പറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഇത് തന്നെയാണ്. പബ്ലിക് സെക്ടർ ബാങ്ക്സ്
ഡ്രൈവ് ഇൻഫ്രാ ബോണ്ട് ബൂം എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്കമിംഗ് പ്രിലിംസ് നല്ല ചാൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല കൂടുതൽ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണിത്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻലി നമുക്കിവിടെ പഠിക്കേണ്ടത് അഡീഷണൽ ടിയർ 1 ബോൺസ്, ടിയർ 2 ബോൺസ് ഇതിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. കൃത്യമായിട്ട് എല്ലാവർക്കും അത് മനസ്സിലാകണം. ബിക്കോസ് അതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് പേജിൽ ഞാനത് എഴുതുന്നത്. ബിക്കോസ് സ്ലൈഡ് ആക്കി മീൻസ് ഇത് ആക്കാതെ ഇവിടെ എഴുതുന്നതിന്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ്, ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിൽ കൺവെൻഷനെ കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും ബേസിൽ കൺവെൻഷനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ബേസിൽ നോംസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്കണോമിക്സിൽ. ബേസിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ്, സ്വിറ്റ്സർലാൻഡിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രധാനപ്പെട്ട എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ്. ഓക്കെ, BIS എന്ന് പറയും, ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ്. പ്രധാനപ്പെട്ട ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, നമ്മുടെ ഓരോ രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കാണല്ലോ നമ്മുടെ സെൻട്രൽ ബാങ്ക്. ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ RBI. അങ്ങനെ ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകളുടെ ബാങ്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കൂട്ടായ്മയാണ് ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ്. ഇവിടെ ചേർന്നെടുക്കുന്ന നോംസിനെയാണ് നമ്മൾ ബേസൽ നോംസ് എന്ന് ബേസിക്കലി അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഏതൊരു നാടാണെങ്കിലും അവിടുത്തെ ബാങ്കുകൾക്ക് നല്ല രീതിയിൽ പ്രാധാന്യമുണ്ട്. ബിക്കോസ് ബാങ്കുകൾ ഒരിക്കലും പൂട്ടിപ്പോകാൻ പാടില്ല. ബാങ്കുകൾ പൂട്ടിപ്പോകുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ ലിക്വിഡിറ്റി ഒക്കെ തന്നെ പ്രശ്നത്തിലാകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഓരോ ടൈം പീരീഡിനനുസരിച്ച് ബാങ്കുകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ മറികടക്കാനായിട്ട് എത്രത്തോളം എമൗണ്ട് ബാങ്കുകളിൽ കണ്ടിരിക്കണം, നിർബന്ധമായിട്ട് കണ്ടിരിക്കണം എന്നതിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് ബേസൽ നോംസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നിലവിൽ ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബേസൽ എന്ന് പറഞ്ഞാൽ ബേസൽ 3 നോംസ് ആണ്. ബേസൽ 3 നോംസ് പ്രകാരം ഇന്ത്യയിൽ ഈ പറഞ്ഞ ബാങ്കുകൾ സൂക്ഷിക്കുന്ന ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഉണ്ട്. അതായത് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ CAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആപത്ത് ഘട്ടങ്ങൾ, ബാങ്കിന്റെ കാര്യത്തിൽ ആപത്ത് ഘട്ടം എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ക്രൈസിസ് ആണ്. ആ ലിക്വിഡിറ്റി ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ മിനിമം ഇത്ര എമൗണ്ട് ബാങ്കിൽ ക്യാപിറ്റലായിട്ട് കണ്ടിരിക്കണം. ഇതിന് പറയുന്നവരാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. അത് മീൻസ് ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്. ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് എന്ന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. ഈ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഇന്ത്യയിൽ കറന്റ് പറയുകയാണ്, ആസ് പെർ ബേസിൽ നോംസ് 3 പ്രകാരം പറയുവാണെങ്കിൽ 9.5 അല്ലെ 9% ആണ് കേട്ടോ, 9% ആണ്. ഓക്കെ, ബേസിൽ നോംസ് 3 പ്രകാരം ഇന്ത്യയിലെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ബാങ്കുകൾ കീപ്പ് ചെയ്യേണ്ടത് 9% ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴേക്കും ഇത് ബേസിൽ നോംസ് പ്രകാരം 11.5 ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, +2.5 എന്ന് പറയുന്ന ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ ആണ്. ബട്ട് ബേസിൽ 3 പ്രകാരമുള്ള ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ 9% ആണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കാം. അപ്പോൾ ഈ 9% കീപ്പ് ചെയ്യണം. ഈ 9% കീപ്പ് ചെയ്യാനായിട്ട് ബാങ്കുകൾ ഇപ്പോൾ ഒരുപാട് ലോണുകൾ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ ലോൺ കൂടുന്നതിനനുസരിച്ച് ബാങ്കുകളുടെ റിസ്ക് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ വിച്ച് മീൻസ് ഈ ഒരു റേഷ്യോയ്ക്ക് അത് ഡിനോമിനേറ്റർ കൂടും. പക്ഷേ നമുക്ക് ആ വാല്യൂ മാറ്റാൻ പറ്റില്ല, 9% ആയിരിക്കും തന്നെ കീപ്പ് ചെയ്യണം. അപ്പോൾ ഒരു റേഷ്യോയുടെ A/B എന്നുള്ള റേഷ്യോയുടെ വാല്യൂ ആയ C മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ B ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വാല്യൂ കോൺസ്റ്റന്റ് ആക്കി വെക്കാനായിട്ട് നമുക്ക് ഏതിനെയും കൂടി ഇൻക്രീസ് ചെയ്യണം, എയും കൂടി ഇൻക്രീസ് ചെയ്യണം. വിച്ച് മീൻസ് ബാങ്കുകളിൽ ഇനി മുതൽ ക്യാപിറ്റൽ കൂടുതലായിട്ടും കണ്ടെത്തണം. ഈ ക്യാപിറ്റൽ കൂടുതലായിട്ടും കണ്ടെത്താനായിട്ട് ക്യാപിറ്റലിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ടിയർ 1 ക്യാപിറ്റൽ. ഓക്കെ, ടിയർ 1 ക്യാപിറ്റലും രണ്ടാമത്തെ ക്യാപിറ്റലിന്റെ പേരാണ് ടിയർ 2 ക്യാപിറ്റൽ. ഓക്കെ, ടിയർ 2 ക്യാപിറ്റൽ. ഓക്കെ, ടിയർ 1 ക്യാപിറ്റലും ടിയർ 2 ക്യാപിറ്റലും. ഈ ടിയർ 1 ക്യാപിറ്റലാണ് ബേസിക്കലി നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ ആയിട്ടൊക്കെ ബേസിക്കലി അറിയപ്പെടുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ. ഓക്കെ, ഇക്വിറ്റി ക്യാപിറ്റൽ ആയിട്ട് അറിയപ്പെടുന്നതാണ് ഈ ടിയർ 1 ക്യാപിറ്റൽ. വിച്ച് മീൻസ് ബാങ്കിന്റെ ഓൺ എമൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബാങ്കിന്റെ ഷെയർ ഒക്കെ വിൽക്കുന്ന വഴി അല്ലെങ്കിൽ മറ്റൊരാൾ കൊടുക്കുന്ന വഴി ബാങ്ക് കണ്ടെത്തുന്ന പൈസയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ടിയർ 2 ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന്റെ സ്വന്തം സ്ഥാപനങ്ങളൊക്കെ, ഇപ്പം ഒരു പക്ഷേ പറയുകയാണെങ്കിൽ ബാങ്കിന് സ്വന്തമായിട്ട് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടാകാം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെയൊക്കെ ഒരു മൂല്യം ഒക്കെ കണക്കാക്കി പറയാൻ പറ്റുന്നതാണ് ടിയർ 2 ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് ടിയർ 1 ക്യാപിറ്റൽ ഇസ് മോർ ലിക്വിഡ് ദാൻ ടിയർ 2 ക്യാപിറ്റൽ. ബിക്കോസ് ടിയർ 1 ക്യാപിറ്റൽ റെഡിലി ആ ബാങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള പൈസയ്ക്ക് പറയുന്നവരാണ് ടിയർ 1 ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ടിയർ 2 എന്ന് പറയുന്ന പോലെ ബിൽഡിങ്സ്, ബോണ്ടുകളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മേ ബി പറഞ്ഞത് എൻകാഷ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ബയ്യറിനെ കണ്ടുപിടിക്കണം, ആ ഒരു താമസമുണ്ട്. അതുകൊണ്ട് കമ്പയർ ടു ടിയർ 1, ടിയർ 2 ഇസ് മോർ ലിക്വിഡ് എന്ന് ബേസിക്കലി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ടിയർ 1 ആണ് പ്രധാനമായിട്ട് ഇപ്പം നമ്മുടെ വാർത്തയിലുള്ളത്. ടിയർ 1ഉം ടിയർ 2 ഉണ്ട്. ടിയർ 1 ക്യാപിറ്റലിനകത്ത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു ഇക്വിറ്റി ക്യാപിറ്റലാണ്, ബാങ്കിന്റെ ഷെയർ വിറ്റഴിക്കുന്ന വഴി കണ്ടെത്താൻ പറ്റുന്ന പൈസയാണ്. ഇനി രണ്ടാമതൊരു ടിയർ 1 ക്യാപിറ്റലും കൂടിയുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ആസ് AT1, അഡീഷണൽ ടിയർ 1 ക്യാപിറ്റൽ. ഓക്കെ, ഈ അഡീഷണൽ ടിയർ 1 ക്യാപിറ്റൽ ഇന്ന് വാർത്തയിലുണ്ട്. ബിക്കോസ് അഡീഷണൽ ടിയർ 1 ക്യാപിറ്റൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇക്വിറ്റി ക്യാപിറ്റൽ ബാങ്കിന്റെ ഷെയർ വിറ്റഴിക്കുന്നതിലൂടെ കണ്ടെത്തുന്നു. ഇനി രണ്ടാമത്തെ ടിയർ 1 ക്യാപിറ്റലാണ് അഡീഷണൽ ടിയർ 1 ക്യാപിറ്റൽ. ഇത് എങ്ങനെയാണ് ബാങ്ക് കണ്ടെത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ഇഷ്യൂയിങ് ബോണ്ട്സ്. ഓക്കെ, ഇതിന്റെ പേരാണ് അഡീഷണൽ ടിയർ 1 ബോണ്ട്സ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ഇത് ബോണ്ടാണ്. യൂഷ്വലി നമ്മൾ പഠിക്കുന്ന എക്കണോമിക്സിനകത്ത് ബോണ്ട് എന്ന് പറയുന്നത് കടം മേടിക്കാനായിട്ട് എടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ലോങ് ടേമിലേക്ക് കടം മേടിക്കാനായിട്ട്, ഒരു വർഷത്തിന് മുകളിലേക്ക് കടം മേടിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്, അതേ ഉള്ളൂ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ അഡീഷണൽ ടിയർ 1 ബോണ്ട്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് ലോങ് ടേം ആണ്. ഇതിന്റെ മെയിൻ പ്രത്യേകത ഇതിന് മച്യൂരിറ്റി പീരീഡ് പറയുന്നില്ല. നോർമലി ഏതെങ്കിലും ഒരു ബോണ്ടാണെങ്കിൽ നമുക്ക് അതിനകത്ത് മച്യൂരിറ്റി പീരീഡ് പറയും, 5 ഇയേഴ്സോ 10 ഇയേഴ്സോ 15 ഇയേഴ്സോ 20 ഇയേഴ്സോ അങ്ങനെ ഒരു മച്യൂരിറ്റി പീരീഡ് പറയും. പക്ഷേ അഡീഷണൽ ടിയർ 1 ബോണ്ട്സിന് എന്തില്ല, മച്യൂരിറ്റി പീരീഡ് ഇല്ല. നോ മച്യൂരിറ്റി
മെച്യൂരിറ്റി പീരീഡ് ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ റീകോൾ ചെയ്യുന്നത് ബാങ്കിന് ഇഷ്ടപ്പെടുന്ന ഒരു സമയത്തായിരിക്കും. അതായത് ഇന്ന് ഇഷ്യൂ ചെയ്യും, പക്ഷേ ആ ബോണ്ട് റീകോൾ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യും, അഡീഷണൽ ടിയർ 1 ബോൺസിന്റെ ഭാഗമായിട്ട് ഇത്ര ബോണ്ടുകൾ ഞങ്ങൾ ഇഷ്യൂ ചെയ്യുന്നു വിത്ത് ഫേസ് വാല്യൂ ഓഫ് 1 crore rupees. അത് ഓർക്കണേ, അഡീഷണൽ ടിയർ 1 ബോൺസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി നോംസ് പ്രകാരം, RBIയുടെ റെഗുലേറ്ററി നോംസ് പ്രകാരം 1 കോടി രൂപയ്ക്ക് മുകളിലേക്കാണ് ഇഷ്യൂ ചെയ്യാൻ ബാങ്കുകൾക്ക് പറ്റുള്ളൂ. ബിക്കോസ് സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇന്നത്തെ ഇഷ്യൂ ചെയ്യാതിരിക്കാനായിട്ട്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 1 കോടി രൂപയുടെ മൂല്യമുള്ള അഡീഷണൽ ടിയർ 1 ബോൺസ് ഞങ്ങൾ ഇഷ്യൂ ചെയ്യുന്നു, താല്പര്യമുള്ള ആളുകൾക്ക് ഒന്ന് മേടിക്കാം എന്ന് പറയും. അപ്പം ആ നാട്ടിൽ പൈസയുള്ള ആളുകൾ എന്ത് ചെയ്യും, ബാങ്കിൽ പോയത് മേടിക്കും. ആ മേടിക്കുമ്പോൾ ഒരിക്കലും അതിനകത്ത് മച്യൂരിറ്റി പീരീഡ്, വിച്ച് മീൻസ് എന്നാണോ അത് തിരികെ മേടിക്കേണ്ടത് അത് തീരുമാനിക്കുന്ന ബാങ്കാണ്. മീൻസ് ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞായിരിക്കും ഇത് മേടിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ മേടിക്കാതിരിക്കാം. എന്തായാലും അതിനകത്ത് ഫിക്സഡ് ആയിട്ട് പലിശയും കാര്യങ്ങളും കിട്ടും. പിന്നെ ഇതിനെ അട്രാക്റ്റീവ് ആക്കുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നോർമൽ ബോണ്ടുകളെക്കാൾ കൂടുതൽ പലിശ തരും. കാരണം റിസ്ക് കൂടുതലാണ്. ബിക്കോസ് ഇതിനകത്ത് കൊളാട്രൽ പോലും ഇല്ല. നോൺ കൊളാട്രൽ ബേസ്ഡ് ലെൻഡിങ് ബാക്കപ്പ് ആണ്. നോൺ കൊളാട്രൽ ബാക്കപ്പ് ആണ് ഈ അഡീഷണൽ ടിയർ 1 ബോൺസിനുള്ളത്. അതായത് നമ്മൾ ആ പൈസ കൊടുത്തതിന് നമുക്കൊരു രേഖ മാത്രമല്ല, അല്ലാതെ അതിന് ബാക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുമ്പോൾ പ്രീമിയം കൂടും. മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ആളുകൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് മെയിൻ പ്രശ്നം എവിടെ ഇരിക്കുന്നത് വെച്ചാൽ, ബാങ്ക് ഒരു ക്രൈസിസിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ബാങ്ക് എടുത്തു കളയുന്ന അഡീഷണൽ ടിയർ 1 ബോൺസ്, അതായത് അഡീഷണൽ ടിയർ 1 ബോൺസിൽ നിക്ഷേപിച്ച ആളുകൾക്ക് പൈസ കൊടുക്കണ്ട എന്ന് വേണമെങ്കിൽ ബാങ്കിന് തീരുമാനിക്കാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ഒരു വർഷം മുമ്പ് യെസ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിന്റെ ഒരു ക്രൈസിസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ബാങ്കിനെ ക്രൈസിസിനെ രക്ഷപ്പെടുത്തി പറഞ്ഞ RBI ഇടപെട്ടു. അവിടുത്തെ ഈ പറഞ്ഞ ഏകദേശം ആ ബാങ്കിനെ 49% ഷെയറും SBI ടേക്ക് ഓവർ ചെയ്തു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് പതുക്കെ പതുക്കെ ഓരോ റിഫോംസ് നടപ്പാക്കിയാണ് ആ യെസ് ബാങ്കിനെ ഒന്ന് കരകയറ്റിയെടുത്തത്. അതിൽ RBI ഇടപെട്ട് ഈ പറഞ്ഞ നടപ്പാക്കിയ റിഫോമാണ് ആ യെസ് ബാങ്ക് ആ ടൈമിൽ ഇഷ്യൂ ചെയ്ത് ഏകദേശം 8,500 crore rupees, 8,500 കോടി രൂപയുടെ അഡീഷണൽ ടിയർ 1 ബോൺസ് എഴുതി കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിക്ഷേപിച്ച ആൾക്കാർക്ക് പിന്നെ പൈസ കിട്ടിയില്ല. അതാണ് ആ അഡീഷണൽ ടിയർ ബോൺസിന്റെ പ്രത്യേകത. ബിക്കോസ് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ നിക്ഷേപിച്ചു, നമ്മൾ 1 കോടി രൂപ അതിനകത്ത് കൊടുത്തു വിചാരിച്ചു, നമുക്ക് ഓരോ വർഷം കഴിയുമ്പോൾ അതിനകത്ത് പലിശ കിട്ടും. ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ബാങ്ക് അഡീഷണൽ ടിയർ ബോൺസ് എഴുതി കളയും എന്ന് പറഞ്ഞാൽ അതിന്മേൽ നിക്ഷേപിച്ച ആൾക്കാർക്ക് പൈസ കിട്ടില്ല. അന്നുവരെ എന്താണോ പലിശയായിട്ട് കിട്ടിയത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം. അതാണ് അതിന്റെ രീതി എന്ന് പറയുന്നത്. അതാണ് അത്രയും റിസ്ക് അതിനകത്തുണ്ട്. അതറിയാവുന്ന ആൾക്കാരെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അതിനകത്ത് കൃത്യമായിട്ട് അതിന്റെ നിയമത്തിനകത്ത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതാണ് അഡീഷണൽ ടിയർ 1 ബോൺസ് എന്നുള്ളത്. അഡീഷണൽ ടിയർ 1 ബോൺസ് ഇൻ കേസ് ഓഫ് ലിക്വിഡിറ്റി, അഡീഷണൽ ടിയർ 1 ബോൺസ് ലിക്വിഡേറ്റ് ചെയ്ത് കളയും അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അതിനുശേഷം മാത്രമേ ഉള്ളൂ ഇക്വിറ്റി ബോണ്ടുകാരെ അഫക്ട് ചെയ്യുള്ളൂ. നോർമലി നമ്മൾ പറയുവാണെങ്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ അഫക്ട് ചെയ്തതിനു ശേഷമാണ് ബോണ്ടിനെ അഫക്ട് ചെയ്യുന്ന ആൾക്കാരിലേക്ക് വരുള്ളൂ. ആദ്യം ഒരു ക്രൈസിസ് വന്ന് അഫക്ട് ചെയ്യുന്ന ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുന്ന ആൾക്കാരെ. പക്ഷേ ബാങ്കിന്റെ കാര്യത്തിൽ അഡീഷണൽ ടിയർ 1 ബോൺസിൽ നിക്ഷേപിച്ച ആൾക്കാരെ അഫക്ട് ചെയ്തതിനു ശേഷമേ എങ്ങോട്ടേക്ക് അഫക്ട് കയറി വരുള്ളൂ, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളിലേക്ക് കയറി വരൂ, ഇൻവെസ്റ്റേഴ്സിലേക്ക് കയറി വരുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അഡീഷണൽ ടിയർ 1 ബോൺസിനെ കുറിച്ച് പറയേണ്ടത്. മച്യൂരിറ്റി പീരീഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് പെർപെക്ച്വൽ ബോൺസ് ആണ്. പെർപെക്ച്വൽ ബോൺസ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന ബോണ്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ അഡീഷണൽ ടിയർ 1 ബോൺസ് ആണ്. സോ AT1 bonds are also known as perpetual bonds. പെർപെച്വൽ ബോൺസ് അറിയാം. ബിക്കോസ് നോ മെച്യൂരിറ്റി പീരീഡ് ഇല്ലാത്തതുകൊണ്ടാണ് അവയെ പെർപെച്വൽ ബോൺസ് അറിയപ്പെടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ലിക്വിഡിറ്റി ക്രൈസ് വന്നു കഴിഞ്ഞാൽ ആദ്യം എഴുതി തള്ളുന്നു ഏതെന്ന് ഓർത്തേക്കണം, അഡീഷണൽ ടിയർ 1 ബോൺസ് എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ടിയർ 2 ബോൺസ്. ഇവിടെ നമ്മൾ കണ്ടായിരുന്ന ടിയർ 2 എന്ന് പറഞ്ഞൊരു ക്യാപ്പിൽ കൂടി ഉണ്ട്. ആ ക്യാപ്പിൽ റേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ബിൽഡിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടിയർ 2 ക്യാപ്പിലാണ്. അല്ലാതെ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടും വേണമെങ്കിൽ ടിയർ 2 ക്യാപ്പിൽ റേസ് ചെയ്യാം. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളുടെ പേരാണ് ടിയർ 2 ബോൺസ് എന്ന് ബേസിക്കലി അറിയപ്പെടുന്നത്. പക്ഷേ കമ്പയർ ടു AT1 ബോൺസ്, ടിയർ 2 ബോൺസിന് മച്യൂരിറ്റി ഉണ്ടാവും. അതുകൊണ്ട് അവ പെർപെച്വൽ ബോൺസ് അല്ല. പെർപെച്വൽ ബോൺസ് പറഞ്ഞാൽ മച്യൂരിറ്റി പീരീഡ് ഇല്ലാത്തവയാണ്. ടിയർ 2 ബോൺസിനെ സംബന്ധിച്ച് അതിന് മച്യൂരിറ്റി പീരീഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്തല്ല, പെർപെച്വൽ ബോൺസ് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മച്യൂരിറ്റി പീരീഡിനുള്ള കൃത്യമായിട്ട് അത് റീകോൾ ചെയ്യും. അപ്പോൾ എഫക്റ്റ് ഒക്കെ വരുന്നത് അതിന് ശേഷം അഡീഷണൽ ടിയർ 1 ബോണ്ടുകളെയാണ് ആദ്യം എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ AT1 ബോൺസിനേക്കാളും പലിശ കുറവായിരിക്കും ഇവിടെ ടിയർ 2 ബോൺസിനകത്ത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻലി മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ ആ ഒരു ആർട്ടിക്കിൾ നോക്കിയും. സോ ഇൻഫ്രാസ്ട്രക്ചർ ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക്സ് മോപ്പ് അപ്പ് 75% മോർ റിസോഴ്സസ് ബൈ ഇൻഫ്രാസ്ട്രക്ചർ ബോൺസ് ഇഷ്യൂവൻസ് ഇൻ ദിസ് കറന്റ് ഫിനാൻഷ്യൽ ഇയർ. സോ ഫാർ deposit growth lagging credit growth and cost of funding via this route being a competitive. നമുക്കധികം ഇങ്ങനെ ഇതിലാകുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് വായിച്ചു പോയത്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഏകദേശം 89,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകളാണ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കാര്യം പ്രധാനമായിട്ട് ഓർത്തിരിക്കണം, ഈ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകളിൽ 90% ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആരാണ്? പബ്ലിക് സെക്ടർ ബാങ്ക്. പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തെറ്റിച്ച് തരും, തെറ്റാണ്. പബ്ലിക് സെക്ടർ ബാങ്കാണ് 90% ഇൻഫ്രാസ്ട്രക്ചർ ബോൺസും ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഈ പറഞ്ഞ പോലെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് വൈൽ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട്സ് ഇഷ്യൂവൻസസ് വിറ്റ്നസ്ഡ് എ ഷാർപ്പ് അപ്ടിക്, ടയർ 2 ആൻഡ് അഡീഷണൽ ടിയർ 1 ബോൺസ് ഇഷ്യൂവൻസ് ബൈ ദ ബാങ്ക് ഡിക്ലൈൻഡ്. അതായത് ഇപ്പം നിലവിൽ ഈ പറഞ്ഞ പോലെ ഈ ടിയർ 2 ബോണ്ടുകൾ മീൻസ് ബാങ്കുകൾ യൂഷ്വലി ഇഷ്യൂ ചെയ്യാറുള്ള ബോണ്ടുകളാണ് ഇതെല്ലാം തന്നെ പറയുവാണെങ്കിൽ. പക്ഷേ ഈ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് കാരണം ബാങ്കുകളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ അഡീഷണൽ ടിയർ 1 ബോൺസും ടിയർ 2 ബോൺസും ഇഷ്യൂ ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത വരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. ബിക്കോസ് ആ രണ്ട് സാധനങ്ങൾ ഒരുപാട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. വെൻ ബാങ്ക് ഗെറ്റ്സ് ഇൻ ടു എ ക്രൈസിസ്, ബാങ്ക് ക്രൈസിസിനുണ്ടായി കഴിഞ്ഞാൽ AT1 ബോൺസിലേക്ക് ഇഷ്യൂ ചെയ്ത ആൾക്കാർക്ക് നഷ്ടങ്ങൾ ഒരുപാട് വന്നേക്കാം. അപ്പോൾ അതിനേക്കാളും കുറച്ചൊക്കെ പറയുവാണെങ്കിൽ വേണമെങ്കിൽ നല്ലതെന്ന് വേണമെങ്കിൽ പറയാം ഇൻഫ്രാസ്ട്രക്ചർ ബോൺസ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബോൺസ് എന്താണെന്ന് വെച്ചാൽ ദോസ് ബോൺസ് അതിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ബാങ്കിന് ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റീസിനായിരിക്കും കൂടുതൽ
അവർ പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത്. ആ ഒരു പോയിന്റ് ജസ്റ്റ് ഓർത്തിരിക്കാം. അപ്പോൾ അഡീഷണൽ ടിയർ 1 ബോൺസും ടിയർ 2 ബോൺസും ആണ് പ്രധാനമായിട്ട് ഞാൻ നോക്കുവാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസ്. പിന്നെ ബേസിൽ 3 നോംസ് പ്രകാരം 9% ആണ് ഇന്ത്യൻ ബാങ്ക്സ് കീപ്പ് അപ്പ് ചെയ്യേണ്ടത് RBI റൂൾസ് പ്രകാരം. ബാക്കി 11.5 എന്ന് പറയുന്നത് 2.5% ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. 8% ആണ് ബേസിൽ പറയുന്നത്. ബേസിൽ 3 പ്രകാരം 8% ആണ്. RBI കുറച്ചുകൂടെ സുരക്ഷിതത്വത്തിന്റെ ആവശ്യമായിട്ടാണ് ഇന്ത്യൻ ബാങ്കുകളോട് നിങ്ങൾ 9% കീപ്പ് അപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ റിസ്കുകൾ എടുക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ റിസ്കുകൾ അനലൈസ് ചെയ്യുന്നുണ്ട് ബേസിൽ 3. അതായത് ഉദാഹരണം പറഞ്ഞാൽ ക്രെഡിറ്റ് ബാങ്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ക്രെഡിറ്റ് റിസ്കുകൾ, മാർക്കറ്റ് റിസ്കുകൾ, ഓപ്പറേഷൻ റിസ്കുകൾ, ഇങ്ങനെയുള്ള 3 റിസ്കുകളെ വെച്ചിട്ടാണ് നിങ്ങൾ 8% കീപ്പ് അപ്പ് ചെയ്യണമെന്ന് ബേസിൽ നോംസ് പറഞ്ഞിരിക്കുന്നു. RBI കുറച്ചുകൂടെ കടന്ന് 9% കീപ്പ് അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ പോയിന്റ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക കൃത്യമായിട്ടും. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ മൂന്നാമത്തെ ആർട്ടിക്കിളാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഷുഡ് എക്സാമിൻ CAG റിപ്പോർട്ട് ഓൺ ആം ആദ്മി പാർട്ടീസ് എക്സൈസ് പോളിസി സേസ് കോൺഗ്രസ്. ഓക്കെ, എനിവേ ആ ഒരു വാർത്തയിലുപരിയായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ കുറിച്ചിട്ടാണ്. സോ എനിവേ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇസ് എ സെലക്ടഡ് കമ്മിറ്റി ഓഫ് സെലക്ടഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ പാർലമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ഓഡിറ്റിംഗ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ CAG റിപ്പോർട്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റ് ചെയ്യുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹു എക്സാമിൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് CAG എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ നമ്മുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. സോ CAG അസിസ്റ്റ് C&AG അസിസ്റ്റ് ദ കമ്മിറ്റി ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ കമ്മിറ്റി ഇസ് ടു അസർട്ടൻ വെദർ ദ മണി ഗ്രാൻഡഡ് ബൈ പാർലമെന്റ് ഹാസ് ബീൻ സ്പെൻഡ് ബൈ ദ ഗവൺമെന്റ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഡിമാൻഡ്. അതായത് പാർലമെന്റ് ഒക്കെയാണല്ലോ ഓരോ പൈസ ചിലവാക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞ ആംഗിളിലാണോ ചിലവാക്കിയിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നു ഒക്കെ പരിശോധിക്കുന്നത് തന്നെയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉണ്ട്. അത് ഓൾഡസ്റ്റ് പാർലമെന്ററി കമ്മിറ്റി ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1921 ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ മെമ്പർഷിപ്പ് നമുക്ക് പലപ്പോഴും പ്രിലിംസിനകത്ത് പല PYQസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടുത്തെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നോട്ട് മോർ ദാൻ 22 മെമ്പേഴ്സ്, 22 അംഗങ്ങളിൽ കൂടാൻ പാടില്ല. അതിൽ 15 പേര് ലോക്സഭയിൽ നിന്നും ബാക്കി 7 പേര് രാജ്യസഭയിൽ നിന്നുമാണ് വരുന്നത്. ഇനി ഈ മെമ്പേഴ്സിന്റെ കാലയളവ് എന്ന് പറയുന്നത് എവറി ഇയർ മെമ്പേഴ്സ് ആർ എലക്ടഡ് എവറി ഇയർ ഫ്രം അമംഗ്സ്റ്റ് മെമ്പേഴ്സ് ഓഫ് റെസ്പെക്റ്റീവ് ഹൗസസ് അക്കോർഡിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫർ വോട്ട്. ഒരു വർഷത്തേക്കാണ് മെമ്പറുടെ കാലാവധി. അത് കഴിയുമ്പോഴേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. ടൈം ഓഫ് ഓഫീസ് മെമ്പേഴ്സ് ഇസ് 1 ഇയർ, ഒരു വർഷത്തേക്കാണ് ഞാൻ പറഞ്ഞു. ഇനി ചെയർപേഴ്സൺ എന്ന് പറയുന്ന അപ്പോയിന്റ് ചെയ്യുന്ന സ്പീക്കറാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ലോക്സഭ സ്പീക്കറാണ് അപ്പോയിന്റ് ചെയ്യുന്ന ഇതിന്റെ ചെയർപേഴ്സനെ. അപ്പോൾ ഈ അപ്പോയിന്റ് ചെയ്യുന്ന അദ്ദേഹം ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ യൂഷ്വലി പറയുവാണെങ്കിൽ ഒപ്പോസിഷൻ ലീഡറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒപ്പോസിഷൻ ലീഡർ തന്നെ വേണമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാം. ബിക്കോസ് ബൈ കൺവെൻഷൻ ആണ് ഇത് ചെയ്യുന്നത്. 1967-68 ആദ്യമായിട്ട് അന്ന് സ്പീക്കർ ഈ പറഞ്ഞ പോലെ ഒപ്പോസിഷൻ ലീഡറിനെ ഈ ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തത്. അതിനുശേഷം ബൈ കൺവെൻഷൻ അത് നാൾക്ക് നാൾ തുടർന്ന് പോരുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ സ്പീക്കർ ഇവിടെ ഈ ചെയർമാൻ അപ്പോയിന്റ് ചെയ്യുന്നത് ദ ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഷുഡ് ബി ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബൈ കൺവെൻഷൻ ഹി ഓർ ഷീ ക്യാൻ ബി ഒപ്പോസിഷൻ പാർട്ടി ലീഡർ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ല കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്. ദെൻ ഒരു മിനിസ്റ്ററിന് ഈ കമ്മിറ്റിയിൽ അംഗമാകാൻ പറ്റത്തില്ല. ഇനി സപ്പോസ് സാധാ ഒരു MP ആയിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഈ ഒരു കമ്മിറ്റിയിൽ അപ്പോയിന്റ് ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തെ മിനിസ്റ്ററാക്കി മാറ്റി തിരിച്ചു. അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ഈ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ട് വരും. ബിക്കോസ് എ മിനിസ്റ്റർ കാൺ ബി എ മെമ്പർ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അത് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിളാണ്, കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത ലാസ്റ്റ് ആർട്ടിക്കിളാണ് കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ കട്ട് റൈസ് വീറ്റ് ഈൽഡ് ബൈ അപ് ടു 10% എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോൾ ഫയർഡ് പവർ പ്ലാന്റ്സിന്റെ ഇൽ എഫക്ട്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇൽ എഫക്ട്സ് പറയുന്നത് നമുക്കറിയാം, ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിലും ഇപ്പം കോൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ്. എന്തിനാണ് കോൾ ഇതുപോലെ നമ്മൾ ഇറക്കുമതി ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കോൾ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഇലക്ട്രിസിറ്റി പവർ ജനറേഷൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ബിക്കോസ് ഇന്ത്യയിൽ നമുക്കറിയാം കോൾ ഉണ്ട്, ബട്ട് നമ്മുടെ കോൾ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി കോൾ അല്ല, കമ്പാരിറ്റീവ്ലി ലോ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഹീറ്റ് കണ്ടന്റ് വളരെയധികം കുറവായിരിക്കും. അപ്പം ബേൺ ചെയ്യുമ്പോൾ ഈ ഹീറ്റ് കണ്ടന്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബൺ എമിഷൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലായിരിക്കും നമ്മുടെ നാട്ടിലെ കോൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഹൈ ക്വാളിറ്റി കോൾ നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറക്കുമതി പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒരെണ്ണമാണ് കോൾ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ കോൾ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനകത്ത് അപ്രോക്സിമേറ്റ്ലി ഒരു 66% ഇത്തരത്തിലുള്ള തെർമൽ പവർ പ്ലാന്റ്സ് ആണ്. അതിൽ തന്നെ മജോറിറ്റിയിൽ പറയുവാണെങ്കിൽ കോൾ ഫയർഡ് തെർമൽ പവർ പ്ലാന്റ്സ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു എമൗണ്ട് കാർബൺ എമിഷൻസ് ഒക്കെ തന്നെ നമ്മുടെ ഈ ഫയർ പ്ലാന്റ്സിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ പഠനങ്ങൾ തെളിയിക്കുന്നതാണ്, റിസർച്ച് പ്രകാരം തെളിയിക്കുന്നതാണ്, കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് ആർ ക്വയറ്റ്ലി ഡിപ്ലീറ്റിംഗ് ഇന്ത്യസ് റൈസ് ആൻഡ് വീറ്റ് ഔട്ട്പുട്ട്. നമ്മുടെ നാട്ടിലെ നെല്ലിന്റെയും ഗോതമ്പിന്റെ ഔട്ട്പുട്ടിനെ ഈ കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് ബാധിക്കുന്നുണ്ട്. അറ്റ് റേറ്റ് ഓഫ് 10%. നമ്മുടെ നാട്ടിൽ 10% ഈൽഡ് കുറയ്ക്കുന്നുണ്ട്. അതായത് 100 കിലോ നെല്ലും ഗോതമ്പും കിട്ടുന്നതാണെങ്കിൽ കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് കാരണം അത് 10% കുറഞ്ഞ് 90 കിലോ മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം വേറൊന്നുമല്ല, എമിഷൻസ് ഫ്രം കോൾ പവർ പ്ലാന്റ്സ് ഇൻക്ലൂഡ് കാർബൺ ഡയോക്സൈഡ്. കോൾ പവർ പ്ലാന്റ്സ് എമിറ്റ് ചെയ്യുന്ന ഗ്യാസ് നോക്കിയേ,
കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ ചോദിക്കാവുന്ന കേട്ടോ. കോൾ പവർ പ്ലാന്റ്സ് എമിറ്റ് ചെയ്യുന്ന ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സ്, സൾഫർ ഓക്സൈഡ്സ്, ഫ്ലൈ ആഷ്, സൂഡ്, സസ്പെൻഡഡ് പാർട്ടിക്കുലർ മാറ്റർ ഒക്കെ തന്നെ പറയാം. ട്രേസസ് അതർ ഗ്യാസ് എല്ലാം തന്നെ അതിനകത്ത് പോരുന്നുണ്ട്. ഇതുമൂലം ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളാണ് സ്മോഗും ആസിഡ് റെയിനും യൂട്രോഫിക്കേഷൻ. സ്മോഗ്, ആസിഡ് റെയിൻ, യൂട്രോഫിക്കേഷൻ ഒക്കെ തന്നെ ഈ കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് മൂലം ഉണ്ടാകാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്, റൈസിന്റെയും വീറ്റിന്റെയും ഈൽഡ് കുറയും കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് മൂലം റൈസിന്റെ വീടിന്റെ ഈൽഡ് കുറയും എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റിലും പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എല്ലാവരും ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മുടെ ഒരു MCQ ആണ്, ബേസ്ഡ് ഓൺ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. നമ്മൾ ഇന്ന് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. 3 സെമി ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.